സക്സസ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാം സ്റ്റോപ്പ് ചെയ്യൂ. എല്ലാ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും സ്റ്റോപ്പ് ചെയ്യൂ. ഇത് മനസ്സിലാക്കാതെ നീ എത്ര ശ്രമിച്ചാലും ഒന്നും മാറാൻ പോകുന്നില്ല. കണ്ണുകൾ അടയ്ക്കൂ. ഒരു ദീർഘശ്വാസം എടുക്കൂ. ശാന്തമായി ശ്വാസം പുറത്തേക്ക് വിടൂ. ഇപ്പോൾ ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട. നിന്റെ ശ്വാസം മാത്രം ശ്രദ്ധിക്കൂ. നിനക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ, നീ ജീവിതത്തോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ എത്ര ശ്രമിച്ചാലും ഒന്നും മാറുന്നില്ലെന്ന്? നീ ശ്രമിക്കുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു, വീണ്ടും വീണ്ടും ഇൻസിസ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഒന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ തോന്നും ജീവിതം തന്നെ നിന്നെ ബ്ലോക്ക് ചെയ്യുകയാണെന്ന്. പക്ഷെ സത്യം വേറെയാണ്. ജീവിതം നിന്നെ എതിർക്കുന്നില്ല, അതെല്ലാം ഇപ്പോഴും നിന്നോട് പ്രതികരിക്കുകയാണ്. പക്ഷെ നീ എന്താ ആഗ്രഹിക്കുന്നു എന്നതിലേക്കല്ല, നീ ആരാണ് എന്നതിലേക്കാണ്. ഇതാണ് എല്ലാം മാറ്റുന്ന ട്രൂത്ത്. കാരണം മിക്ക ആളുകളും ആഗ്രഹിക്കുമ്പോൾ ഡൗട്ട് അനുഭവിക്കുന്നു, സ്വപ്നം കാണുമ്പോൾ ഫിയർ ഉണ്ട്, വിഷ്വലൈസ് ചെയ്യുമ്പോൾ പോലും ഫെയിലിയർ എക്സ്പെക്ട് ചെയ്യുന്നു. ഇതെല്ലാം ഒരുമിച്ച് നടക്കുമ്പോൾ നീ ലൈഫിന് മിക്സ്ഡ് സിഗ്നൽസ് ആണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം 2 സന്ദേശം അയച്ചാൽ ക്ലിയർ റെസ്പോൺസ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, നിനക്കിപ്പോൾ ശരിക്കും എന്താണ് വേണ്ടത്? മറ്റുള്ളവർ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമല്ല, നിനക്ക് ശരിക്കുമുള്ള ആഗ്രഹം എന്താണ്? ശ്രദ്ധിച്ചു കേൾക്കൂ. നീ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ തന്നെ പോസിബിളായി എന്ന് കരുതൂ. അത് ഫ്യൂച്ചറിലല്ല, അത് വളരെ ദൂരെയുമല്ല. ജീവിതം ഫിക്സ്ഡ് അല്ല, അത് ചേഞ്ച് ആകുന്ന ഒരു ഫീൽഡ് പോലെയാണ്. നിന്റെ ഉള്ളിലെ സ്റ്റേറ്റ് അനുസരിച്ച് നീ അനുഭവിക്കുന്ന റിയാലിറ്റി മാറും. അതിനാൽ പ്രശ്നം എഫേർട്ട് അല്ല, അലൈൻമെന്റ് ആണ്. ഇപ്പോൾ ചേഞ്ച് ആരംഭിക്കുന്നത് ഇവിടെയാണ്. നിന്റെ തോട്ട്, നിന്റെ ഇമോഷൻ, നിന്റെ അറ്റൻഷൻ ഇവയെല്ലാം ഒരേ ഡിറക്ഷനിൽ അലൈൻ ചെയ്താൽ ഒരുതരം സ്റ്റെബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ലൈഫ് നിനക്ക് വേണ്ടി റീഓർഗനൈസ് ആകാൻ തുടങ്ങും. ഒന്ന് ഫോഴ്സ് ചെയ്യേണ്ട. നീ ഇന്റർഫിയർ ചെയ്യുന്നത് നിർത്തുമ്പോൾ എല്ലാം കറക്റ്റായി നടക്കും. ഇപ്പോൾ വീണ്ടും കണ്ണുകൾ അടയ്ക്കൂ. ഒരാഗ്രഹം തിരഞ്ഞെടുക്കൂ, ഫിയർ ഇല്ലാതെ, ക്ലാരിറ്റിയിൽ നിന്ന്. എന്നിട്ട് അത് വിഷ്വലൈസ് ചെയ്യൂ. പക്ഷെ കാണുന്നതിൽ മാത്രം മതിയാവില്ല. അത് ഓൾറെഡി നിനക്കുണ്ടെങ്കിൽ നിനക്ക് എങ്ങനെ ഫീൽ ആയിരിക്കും എന്ന് കരുതുക. മനസ്സിന് എങ്ങനെ തോന്നും, ശരീരത്തിന് എങ്ങനെ അനുഭവപ്പെടും, ആ ഫീലിംഗ് ആണ് റിയൽ സിഗ്നൽ. ഇമേജ് അല്ല, വേർഡ്സ് അല്ല, ഫീലിംഗ് ആണ്. അത് കുറച്ച് നിമിഷം ഹോൾഡ് ചെയ്യും. ഇതാണ് പലരും ഫെയിൽ ചെയ്യുന്ന ഭാഗം. അവർ ഇമാജിൻ ചെയ്യുന്നു, പക്ഷെ അതായി മാറുന്നില്ല. ജീവിതം റെസ്പോണ്ട് ചെയ്യുന്നത് നിന്റെ ഐഡന്റിറ്റിയോടാണ്. അതിനാൽ കുറച്ച് നിമിഷങ്ങൾ എങ്കിലും അത് ഓൾറെഡി ഉള്ള വെർഷനായി നീ മാറും. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യൂ. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് വന്നാൽ ലാക്ക് ഇല്ലാതാകും. ലാക്ക് ഇല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ ഇല്ല. കോൺട്രഡിക്ഷൻ ഇല്ലെങ്കിൽ സിഗ്നൽ ക്ലിയർ ആവും. ഇതാണ് റിയൽ ഷിഫ്റ്റ്. ഇത് പെർഫെക്റ്റ് ആയി ചെയ്യേണ്ടതില്ല, കൺസിസ്റ്റന്റ് ആയി ചെയ്യും. പ്രതിദിനം കുറച്ച് നിമിഷങ്ങൾ. കാരണം ജീവിതം ഇന്റൻസിറ്റിയോട് പ്രതികരിക്കില്ല, സ്റ്റെബിലിറ്റിയോടാണ് പ്രതികരിക്കുക. ഇപ്പോൾ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിനക്ക് ശരിക്കും വിശ്വാസമുണ്ടോ? നിനക്കത് ഡിസേർവ് ചെയ്യാമെന്ന് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും അത് സിഗ്നലിലെ ഭാഗമാണ്. അതിനാൽ നീ ചോദിക്കുന്നത് നിർത്തും, നീ അതായി മാറാൻ തുടങ്ങും. അപ്പോൾ നീ റിയലൈസ് ചെയ്യും, ജീവിതം ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല. നീ തന്നെ മിക്സ്ഡ് സിഗ്നൽ അയക്കുകയാണ്.